ഈ വിമോചന സമരത്തിൽ വിളിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ നമ്മൾ അടുത്തുനിന്ന് പരിശോധിച്ചിട്ടുള്ളൂ. അത് ആ മുദ്രാവാക്യം ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? സമൂഹത്തിൻ്റെ ഏത് ഘടനാവിശേഷത്തെയാണ് ആ മുദ്രാവാക്യങ്ങൾ ലക്ഷ്യം വെച്ചത്? കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ കൊന്നുകളയുന്ന കേരളത്തിൽ ഒരു മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. വിളിച്ചത് തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയക്കഞ്ഞി കുടിപ്പിക്കും എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ജാതിഘടന ഉലയാതെ ഞങ്ങൾ നോക്കുമെന്നാണ് വിമോചന സമരത്തിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം. കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന നിലക്കും ഒരു മൂല്യമെന്ന നിലക്കും നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നതിൽ പുലർത്തേണ്ട ചില ജാഗ്രതകളെ, സൈദ്ധാന്തികമായ ചില ജാഗ്രതകളെക്കുറിച്ചാണ് പ്രധാനമായും പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഇന്ത്യൻ സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകത്താണെങ്കിലും ഈ ഘടനാവാദത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് നിശ്ചിതമായൊരു ഘടനയ്ക്കകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന നിലയിൽ സാമൂഹ്യ പ്രക്രിയകളെ മനസ്സിലാക്കുക. അവിടെ പെർഫോമർ ഓർ ഏജൻറ്റ് എന്ന് സോഷ്യൽ ഏജൻറ്റ് എന്ന് വിളിക്കാവുന്ന നിർവാഹകർ, പ്രവൃത്തി ചെയ്യുന്നവർ പ്രസക്തമല്ല. കാരണം അത് ആത്യന്തികമായി തീരുമാനിക്കുന്നത് ആ ഘടനയാണ്. മറ്റൊരു വാദം, ഈ പറയുന്ന നിർവാഹകരാണ് പ്രധാനമായിരിക്കുന്നത്, മറിച്ച് ഘടനയല്ല. ഘടന രണ്ടാമത് വരുന്നൊരു കാര്യം മാത്രമാണ്. അത് ഈ ഫിനമിനോളജി എന്നൊക്കെ വിളിക്കുന്ന തത്വചിന്താ പദ്ധതിയുടെയും സ്ട്രക്ചറലിസം എന്നൊക്കെ വിളിക്കുന്ന ചിന്താ പദ്ധതിയുടെയും ഭാഗമായി നമ്മൾ ഈ രണ്ട് ധാരകളിലാണ് സാമൂഹ്യ പഠനം മുഖ്യമായും കേന്ദ്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സ്ഥലത്ത് കേരളീയ സമൂഹത്തെ പഠിക്കുവാൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ അടുത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ ഈ നിർവാഹകർ എന്ന് പറയുന്ന സോഷ്യൽ ഏജൻറ്റ് ആരാണ് ആ ഫീൽഡിൽ ഇടപെടുന്നത് എന്നത് പ്രസക്തമല്ലെന്നും ആ ഫീൽഡിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രധാനമെന്നും ആ ഫീൽഡാണ് മാറ്റേണ്ടതെന്നും അതിനകത്ത് ഇടപെടുന്ന ആളത്ര അതാരായാലും ഒരേ ദൗത്യമാണ് നിറവേറ്റുന്നത് എന്നുമുള്ള ഒരു സങ്കല്പത്തിലാണ് കേരളീയ സമൂഹത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഒരു മുൻകൈയുള്ളത്. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് അതിഭാവുകത്വപരമായ കഥകളാണ് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. പലപ്പോഴും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വലിയ അത്ഭുത കഥകളായിട്ടാണ് മലയാളികൾ സ്വന്തം ചരിത്രത്തെ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണം, പ്രധാനമായൊരു പരിമിതി, ഇതിനകത്ത് ഈ ചരിത്ര ഘട്ടങ്ങളിൽ ഇടപെട്ട നിർവാഹക ശക്തികളുടെ സ്വഭാവങ്ങളെ പലപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നില്ല എന്നതാണ്. അങ്ങനെ മനസ്സിലാകാതെ പോകുന്നതുകൊണ്ട് കേരളത്തെ നമ്മളിപ്പോഴും പരിവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ കുറേ നാൾ പരിവർത്തിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ടത്തെ ജാതിയും മതവും അതിഭീകരമായ വിശ്വാസരൂപങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മുടെ പുറകെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുക. ഉടനെ നമ്മൾ ഞെട്ടിപ്പോയെന്നാണ് നമ്മൾ പറയുന്നത്. ഇതെവിടെ നിന്നാണ് വന്നെന്ന് നമുക്കറിയത്തില്ല. 60കളിൽ കേരളത്തിൽ ഇല്ലാതിരുന്ന ജാതി 90കളിൽ വന്നു എന്ന് മലയാളി ഖേദിക്കുകയും, ഇത് ഖേദത്തിൻ്റെ കാര്യമല്ല, നമുക്കത് മനസ്സിലായില്ല എന്നാണ് പ്രത്യേകിച്ച് അക്കാദമിക് സമൂഹവും സാമൂഹിക പ്രവർത്തകരുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേരളത്തിൽ നടന്ന സാമൂഹിക പരിവർത്തനത്തെ സംബന്ധിച്ചും കേരളീയ സമൂഹത്തെ സംബന്ധിച്ചുമുള്ള നമുക്ക് സങ്കല്പനപരമായൊരു മിസ്റ്റേക്കുണ്ട്. അതാണ് പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഇത് ഞാനൊരു ഉദാഹരണമായി പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, അത് നമ്മൾ സാമൂഹ്യ വിപ്ലവത്തെക്കുറിച്ച് വലിയ കഥകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. പുന്നപ്ര വയലാർ, കരിവെള്ളൂർ, കാവുമ്പായി, അങ്ങനെ തുടങ്ങി വലിയ വലിയ സ്റ്റോറികളാണ് നമ്മൾ പറയുന്നത്. വിമോചന സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പിരിച്ചുവിടുക, ഇതൊക്കെ വലിയ അത്ഭുത പ്രവൃത്തിയായിട്ടാണ്. ഈ വിമോചന സമരത്തിൽ വിളിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ നമ്മൾ അടുത്തുനിന്ന് പരിശോധിച്ചിട്ടുള്ളൂ. അത് ആ മുദ്രാവാക്യം ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? സമൂഹത്തിൻ്റെ ഏത് ഘടനാവിശേഷത്തെയാണ് ആ മുദ്രാവാക്യങ്ങൾ ലക്ഷ്യം വെച്ചത്?
കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ കൊന്നുകളയുന്ന കേരളത്തിൽ ഒരു മുദ്രാവാക്യവും വിളിച്ചിട്ടില്ല. വിളിച്ചത് തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും, പാളയക്കഞ്ഞി കുടിപ്പിക്കും എന്നാ വിളിച്ചത്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ജാതിഘടന ഉലയാതെ ഞങ്ങൾ നോക്കുമെന്നാണ് വിമോചന സമരത്തിൻ്റെ കേന്ദ്ര മുദ്രാവാക്യം. ഗൗരി ചോകോത്തി പുല്ലുപറിക്കാൻ പോകട്ടെ എന്നാണ് വിളിച്ചത്. നമുക്ക് 10-60 കൊല്ലമായിട്ട് നമുക്കിത് മനസ്സിലാവുന്നില്ല എന്താ ഈ മുദ്രാവാക്യം വന്നെന്ന്. അപ്പം ഈ കേരളത്തിലെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന കൺസർവേറ്റീവ് ഘടകങ്ങൾ, യാഥാസ്ഥിതിക ഘടകങ്ങൾ ഈ ജാതിയെയും ഈ ജാത്യാധികാരത്തെയും അതുപടി തന്നെ നിലനിർത്തുവാനുള്ള ഭാവനകളെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ കാണാൻ വിസമ്മതിക്കുന്നൊരു പോയിന്റ്. നമുക്കത് കാണാൻ കഴിഞ്ഞാൽ ഇവരെന്ത് പണിയും എടുക്കുന്നതെന്ന് പറയാൻ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കേവലമായി ഒരു പാർട്ടിയെ പരാജയപ്പെടുത്താനുള്ള സമരമാണെന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ കേരളത്തിൽ നടന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ മനസ്സിലാകാത്തവർ 20 കൊല്ലം കഴിയുമ്പോഴത്തേ ജാതി തിരിച്ചു വന്നു കേട്ടോ എന്ന് പറയുന്ന കോമഡിയിലേക്ക് ചെന്ന് വീഴുക ചെയ്യും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ജാതി വ്യവസ്ഥയെ നമ്മൾ കാണേണ്ടത് ഒറ്റപ്പെട്ട ജാതികളുടെ പ്രശ്നമല്ലത്. ഒറ്റപ്പെട്ട ഒരു ജാതിക്ക് നിൽക്കാൻ പറ്റില്ല. ജാതി എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, ഇന്ത്യയിൽ ജാതിയില്ല, ജാതികളേ ഉള്ളൂ എന്നാണ്. എന്ന് പറയുക വ്യത്യസ്ത ജാതികളുടെ ഒരു ബന്ധവ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. അല്ല ഒരു ജാതിയായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഒരു ബന്ധവ്യവസ്ഥയാണ്. ആ ബന്ധവ്യവസ്ഥയിൽ അധികാര ഘടകങ്ങളുണ്ട്, വിധേയ ഘടകങ്ങളുണ്ട്, അപമാനത്തിൻ്റെ ഘടകങ്ങളുണ്ട്, ആധിപത്യത്തിൻ്റെ ഘടകങ്ങളുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ് ഈ സംഭവം വരുന്നത്. ഈ നമ്മളുടെ സോഷ്യൽ സ്പേസിൻ്റെ ഈ പല തരത്തിലുള്ള തട്ടുകളെ മനസ്സിലാക്കാൻ എന്ത് മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമുള്ള വാക്കൊന്നുമല്ല. അങ്ങനെ ഒരു കേരളീയ സമൂഹമൊന്നുമില്ല. ഈ കേരളീയ സമൂഹത്തിൻ്റെ സോഷ്യൽ സ്പേസിൽ പല അടരുകളായിട്ടാണ് വ്യവഹാരങ്ങൾ പോലും നിർമ്മിക്കപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ തലയിൽ കൊണ്ടു നടക്കുന്ന സിദ്ധാന്തങ്ങൾക്ക് പലപ്പോഴും കഴിയാറില്ല എന്നതാണ് മലയാളികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ പുതിയ ഒരു മെത്തഡോളജിയെ ഈ കാസ്റ്റുമായി ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ മൂല്യസംഹിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ നമുക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കണമെങ്കിൽ ഒരു പുതിയ മെത്തഡോളജിയുടെ അന്വേഷണം നമുക്ക് ആവശ്യമുണ്ട്. കേരളത്തിൽ അത്തരൊരു മെത്തഡോളജിയുടെ അന്വേഷണം ലോകത്ത് നടന്നിട്ടുള്ള സോഷ്യോളജിയിൽ, തത്വചിന്തയിൽ നടന്നിട്ടുള്ള അന്വേഷണത്തിലൊരു പ്രധാനപ്പെട്ട സ്ട്രീമാണ് ഈ സാംസ്കാരിക മൂലധനം, കൾച്ചറൽ ക്യാപിറ്റൽ എന്ന സങ്കല്പം മുന്നോട്ട് വെച്ച പിയറി ബോജിയുടെ സാമൂഹ്യ വിശകലന സമ്പ്രദായം. ആ സമ്പ്രദായം ഉപയോഗിച്ച് കാസ്റ്റിനെ ഒന്ന് നോക്കിക്കാണാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നൊരു. വളരെ പരിമിതമായ സമയമേ ഉള്ളൂ, അതുകൊണ്ട് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞൊരു പോയിൻ്റ് ഇതേ ഉള്ളൂ, നമ്മുടെ കയ്യിലുള്ള സിദ്ധാന്തങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനും മാറ്റി തീർക്കാനും പര്യാപ്തമാണെന്നുള്ള ഒരു അന്ധവിശ്വാസം തലയ്ക്ക് കയറിയ ഒരു സമൂഹമാണ് മലയാളി സമൂഹം. അത് നമ്മൾ അഴിച്ചു മാറ്റിയേ പറ്റൂ. അത് ഇതെല്ലാം കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിയററ്റിക്കൽ എക്യുപ്മെൻറ്റ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി വിശാലമായി മറ്റുള്ള സ്ട്രീം കൂടി പരിശോധിക്കാം. ഇതെല്ലാം ആത്യന്തിക സത്യമെന്ന നിലക്ക് ഇതിൻ്റെ മുന്നിൽ മുട്ടുകുത്തേണ്ട ഒരു ബാധ്യതയും ലോക മനുഷ്യവംശത്തിനില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയൊരു വഴി ആലോചിക്കാം എന്ന നിലക്കാണ് ഈ പിയറി ബോജിയുടെ സിദ്ധാന്തം എങ്ങനെയാണ് ഈ ജാതിബദ്ധമായൊരു സമൂഹത്തെ അനലൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതിലൊരു സംഗതി അദ്ദേഹം പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഘടന ആണോ പ്രധാനം അതോ നിർവാഹകനാണോ പ്രധാനം എന്നുള്ള തർക്കത്തിൽ ഇത് രണ്ടും പ്രധാനമാണെന്നുള്ള നിലക്ക് അദ്ദേഹം ഈ സോഷ്യൽ സ്പേസിനെ അതൊരു മണ്ഡലമായി, പല മണ്ഡലങ്ങളുടെ ഒരു സമുച്ചയമായി സോഷ്യൽ സ്പേസിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. പല മണ്ഡലങ്ങളുടെ സമുച്ചയമായിട്ടാണ്. ഒരുപക്ഷെ കാസ്റ്റ് എന്ന് പറയുന്ന സംവിധാനവും മനുഷ്യനെ നിർബന്ധിക്കുന്നത് പല മണ്ഡലങ്ങളിലായി ജീവിക്കാനാണ്.
അപ്പോൾ അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹത്തെ നോക്കിക്കണ്ടാൽ കൂടുതൽ വ്യക്തത കൈവരുന്നൊരു കാര്യമാണ് സോഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായൊരു ഘടനയിൽ നിർമ്മിക്കപ്പെട്ടതല്ല. പല അടരുകളായി നിർമ്മിക്കപ്പെട്ട പല മണ്ഡലങ്ങളുടെ ഒരു സമുച്ചയമായി വേണം നമ്മൾ സാമൂഹ്യ സ്ഥലിയെ മനസ്സിലാക്കുക. ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഒരൊറ്റ മണ്ഡലത്തിൽ ഇടപെടുന്ന ഫ്രീ ഏജൻസിയാണെന്നുള്ളത് തീർച്ചയായും തെറ്റിദ്ധാരണയാണ്. അങ്ങനല്ല. ഇതിനകത്ത് അനേകായിരം സ്പേസിലൂടെ ഇടപെടുന്ന അനേകം നിർവാഹകരുടെ കൂട്ടങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നൊരു സ്ഥലമാണ് ഈ കോളേജിൻ്റെ അകത്തെ അന്തരീക്ഷം. നമ്മൾ എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവർ പല സ്പേസിലാണ് ഇടപെടുന്നത്. ഇവിടുത്തെ സുഹൃത്ത് കൂട്ടായ്മ, അക്കാദമിക്കായ കൂട്ടായ്മ, അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം, വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധമൊക്കെ അടുത്ത് നിന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം. ഇത് പല ഭൂഖണ്ഡങ്ങളിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ സോഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് ഒരൊറ്റ വൺ ഡയമെൻഷണൽ സംഭവമല്ലെന്നും അത് പല മണ്ഡലങ്ങളുടെ ഒരു സംഘാതമാണെന്നും നമുക്ക് പിടികിട്ടേണ്ടത്. ഈ സംഘാതത്തിൽ ഇടപെടുന്ന നിർവാഹകർ, അതും ഈ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൂ ഈസ് എ സോഷ്യൽ ഏജൻസി എന്നൊരു ചോദ്യമുണ്ട്. ആരാണ് ഈ സോഷ്യൽ ഏജൻറ്റ്? അയാൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നത്? ഇത് വെറുതെ പുതിയ ആശയത്താൽ പ്രചോദിതരായ സ്വതന്ത്രരായ കുറേ മനുഷ്യരാണോ? അവരാണോ സോഷ്യൽ ഏജൻറ്റ്? ഈ കാസ്റ്റീസ്റ്റായിട്ടുള്ള കാസ്റ്റ് റിഡൻ ആയിട്ടുള്ള സൊസൈറ്റിക്കകത്ത് സോഷ്യൽ ഏജൻറ്റ് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്? അതിൽ കാസ്റ്റിന് എന്തെങ്കിലും പങ്കുണ്ടോ? നമ്മളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ സോഷ്യൽ ഏജൻറ്റും ഈ പറയുന്നത് പോലെ ഏകപക്ഷീയമായൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഒരാളൊന്നുമല്ല. മോഡേണിറ്റിക്കകത്തുനിന്ന് ഇറങ്ങി വന്നവരല്ല കേരളത്തിലെ പെർഫോമേഴ്സ്, നിർവാഹകരെന്ന് പറയുന്നത്. ഈ മോഡേണിറ്റിയുടെ ആശയങ്ങൾ പല രൂപത്തിൽ വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിനകത്ത് ബോജി ഉപയോഗിക്കുന്ന ഒരു ടേം ഹാബിറ്റസ് എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. ഈ ഹാബിറ്റസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഭാവം, മനുഷ്യപ്രകൃതം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു മനുഷ്യൻ ആന്തരവൽക്കരിച്ചിരിക്കുന്ന ചരിത്രത്തിൻ്റെയും അവൻ്റെ ഭൂതകാലത്തിൻ്റെയും മാനിഫെസ്റ്റേഷനാണത്. അപ്പോൾ നമ്മൾ കാസ്റ്റിനകത്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ മനുഷ്യൻ നിർമ്മിക്കപ്പെടുമ്പോൾ അവൻ എന്തിനെയാണ് ഈ ആന്തരവൽക്കരിക്കുന്നത്? അവന് ആന്തരവൽക്കരിക്കാൻ പൊതുവായൊരു ചരിത്രം ഇവിടെയുണ്ടോ? ഇല്ല. പൊതുവായൊരു സ്ഥലമുണ്ടോ? ഇല്ല. പൊതുവായൊരു ഓർമ്മയുണ്ടോ? ഇല്ല. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ഈ പെർഫോമേഴ്സ് പല രൂപത്തിലായിരിക്കും ഇടപെടുക. പെർഫോമേഴ്സ് തമ്മിലുള്ള യുദ്ധം പ്രധാനമായിരിക്കും. അതാണ് കാര്യം. പെർഫോമേഴ്സ് തമ്മിലുള്ള യുദ്ധം വളരെ പ്രധാനമാണ്. കാരണം പെർഫോമേഴ്സ് ഒരു വൺ ഡയമെൻഷനായിട്ട് രൂപപ്പെട്ട് വരുന്നൊരു പുതിയ കാറ്റഗറി അല്ല. അവൻ്റെ ഓർമ്മ മറ്റൊന്നാണ്. പൊയ്കയിലപ്പച്ചൻ കേരളത്തോട് പറഞ്ഞ അടിമത്തത്തിൻ്റെ ഓർമ്മകളാണ്. പക്ഷേ ഇവിടുത്തെ രാജകുടുംബങ്ങൾ നമ്മളോട് പറയുന്നതോ റോയൽ ഫാമിലിയുടെ ഓർമ്മകളാണ് അവർ പറയുന്നത്. ഞങ്ങൾ പണ്ട് കേരളത്തിലെ ഒരു സമുദായം പറയുന്നത് ഞങ്ങൾ ഭയങ്കര യുദ്ധവീരന്മാരായിരുന്നാണ് പറയണത്. കേരളത്തിൽ ഒരൊറ്റ യുദ്ധമൊന്നും നടന്നിട്ടില്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങൾ യുദ്ധവീരന്മാരാണ്. ഒരു വിഭാഗം പറഞ്ഞാൽ അടിമത്തത്തെ നമ്മൾ മറക്കരുതെന്നാണ് പറയുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ആ ഓർമ്മകളെ ആന്തരവൽക്കരിച്ച മനുഷ്യരാണ് ഈ മത്സരത്തിൽ ഏർപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം എന്നതിവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് എൻ്റെ ഓർമ്മയല്ല, നിങ്ങൾ സാമൂഹികമായി കൊണ്ടു നടക്കുന്നത് എന്ന ബോധമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഡൈവേഴ്സിറ്റിയെ നമുക്ക് നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് പറ്റില്ല. കാരണം നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ അവർ പരിഹരിച്ച് തന്നാൽ മതി. എൻ്റെ പ്രശ്നം, സ്ത്രീകളുടെ പ്രശ്നം പുരുഷന്മാർ പരിഹരിച്ച് കൊടുത്താൽ മതി. ഇനി ആദിവാസികളുടെ പ്രശ്നം ഉന്നത കുലജാതം പരിഹരിച്ച് കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത് നിഷ്കളങ്കമായൊരു കാര്യമല്ല. നമുക്കിത് മനസ്സിലാവുന്നില്ല ഇവിടെ നടക്കുന്ന എന്തുകൊണ്ടാണ് ഇത്രയും ഈ മത്സരത്തിൽ ഏർപ്പെട്ടിട്ടും എല്ലാ കാലത്തും ഈ ദലിതരും ആദിവാസികളുമായിട്ടുള്ള സോഷ്യൽ ഏജൻസ് ചരിത്രത്തിൽ അപ്രത്യക്ഷമാകുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. കേരളത്തിലെ ഒരു പാർട്ടി, ചില പാർട്ടി, എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വത്തെ തെരഞ്ഞെടുപ്പ് ഈ മനുഷ്യർ കാണത്തില്ല. 60 ലക്ഷം വരും, 70 ലക്ഷം വരും ഈ ജനം, ആദിവാസികളും ദളിതരുമൊക്കെ. ഒരൊറ്റ മനുഷ്യൻ ജില്ലാ സെക്രട്ടറി ആവുകയാണ്.
ഒറ്റ മനുഷ്യൻ KPCC പ്രസിഡൻ്റ് ആകുകയാണ്. ഇതെന്നാ ലോ ആണെന്ന് നമുക്ക് തൊട്ട് മനസ്സിലാവുന്നില്ല. അത് കുഴപ്പമില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഇതാണ് നമുക്കിത് ഈ സമൂഹത്തിൻ്റെ യഥാർത്ഥ മെക്കാനിസം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സോഷ്യൽ ഏജൻസ് എന്ന് നിർമ്മിക്കുന്നതിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിനെ വളരെ പ്രധാനമായി നമ്മൾ എടുക്കണം. അതാണ് ഈ ഹാബിറ്റസിലൂടെ നമുക്ക് പഠിക്കാവുന്നൊരു കാര്യം. എന്താണ് ഈ കേരളത്തിൽ നടക്കുന്ന സോഷ്യലൈസേഷൻ്റെ കണ്ടൻറ് എന്താണ്? നമ്മളെന്താ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? TM കൃഷ്ണൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ജാതി സംസാരിക്കുമോ? ഇല്ല, എന്നാൽ നിങ്ങൾ സവർണനായിരിക്കും എന്ന് പറയുന്നു. അത് കറക്റ്റ് ഒബ്സർവേഷൻ, അത് സത്യസന്ധമായ ഒബ്സർവേഷൻ. അവർക്ക് ജാതി പറയണം. പക്ഷെ അവർണരെഴുതുന്ന മുഴുവൻ ആത്മകഥയിലും ജാതിയെക്കുറിച്ച് വളരെ വലിയ പരാമർശങ്ങളുണ്ട്. സവർണർ എഴുതുന്ന ആത്മകഥയിൽ ജാതിയെക്കുറിച്ച് പറയാറേയില്ല. ഇവരെന്നാ ജാതി ഇല്ലാത്തവരാണ്? എന്താണ് ഇവിടെ നടക്കുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ? ഇതാരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. സവർണർ കുറ്റവാളികളാണെന്നുള്ള ഒരഭിപ്രായം എനിക്കില്ല. അതല്ല പറയുന്നൊരു കാര്യം, നമ്മളുടെ ഈ പെർഫോമേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ മനസ്സിലാക്കുന്നതിൽ, അവരുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെ മനസ്സിലാക്കുന്നതിൽ, അവരുടെ ഓർമ്മകളെ മനസ്സിലാക്കുന്നതിൽ, അവരുടെ ഏജൻസിഷിപ്പിനെ മനസ്സിലാക്കുന്നതിൽ നമ്മളുടെ സാമൂഹ്യ വിശകലന സമ്പ്രദായങ്ങൾ വമ്പൻ പരാജയമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ മണ്ഡലമായിട്ടും ഹാബിറ്റസായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം വളരെ വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തെ പഠിക്കാൻ കഴിയുന്ന ഒരു കാറ്റഗറി എന്ന നിലക്കാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടും. നമ്മളതങ്ങനെ ആലോചിക്കില്ല. അങ്ങനെ എന്തിനാ ആലോചിക്കുന്നതെന്നാണ് അന്നേരം നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ എന്തിനാ ആലോചിക്കുന്നത്? അപ്പോൾ ഈ സോഷ്യൽ ഏജൻസി എന്ന് പറയുന്ന നിരുപദ്രവകരമായൊരു കാര്യമാണ്. സോഷ്യലൈസേഷൻ പ്രോസസ്സിലൂടെ അതുണ്ടാവുന്നത്. എന്താണ് നമ്മുടെ സോഷ്യലൈസേഷൻ്റെ ട്രെൻഡ്? നമ്മൾ വീടുകൾ, നമ്മുടെ കുട്ടികളോട് എന്നാ പറയുന്നത്? ഈ അത്യപൂർവമായ ജനസിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു ജനറൽ മൈൻഡിനെ കുറിച്ചിട്ട്, കേരളത്തിലുള്ള സാധാരണ എന്ന് നമ്മൾ വിളിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു ട്രെൻഡിനെ കുറിച്ചിട്ടാണ്. ഇവിടെ കുട്ടികളെ പേരൻറ്റിങ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പേരൻറ്റിങ്? ജാതി ജീവിതം ജീവിക്കാൻ പിള്ളേരെ പഠിപ്പിക്കുന്ന വലിയൊരു പണിയാണ് കേരളത്തിലെ പേരൻറ്റിങ് എന്ന് പറയുന്നത്. തെളിയിക്കാൻ പറ്റും, വിശദാംശത്തിൽ കിടക്കുന്നില്ല. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ കൂടും. ഒരു 15 വയസ്സാകുമ്പോൾ വളരെ കൃത്യമായി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവൻ്റെ ജാതിയിലുള്ളവരെ തന്നെ അവൻ കൂടും. അവൻ ജാതിയിലുള്ളവനെ തന്നെ പ്രേമിക്കും, തന്നെ കെട്ടും, ഒരു സംശയമില്ല. ഇതാര് പറഞ്ഞു കൊടുത്തിട്ടാ? നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാന്നേ. അതല്ലാണ്ട് അവൻ ദിവ്യനായതുകൊണ്ട് ആകാശത്തിൽ നിന്ന് എടുത്തതല്ല ഈ ബോധം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വീട്ടുകാർ, കൂട്ടുകാർ, ടീച്ചർമാർ, കോളേജ്, സ്കൂള്, ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. മക്കളെ, നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ സവർണവും സമ്പന്നവുമായ ജീവിതമാണ് നമ്മളീ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു മൂല്യമായിട്ടാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത്, ഒരു മൂല്യമായിട്ട്. അപ്പോൾ ഈ സോഷ്യലൈസേഷനിലൂടെ വരുന്ന, ഓർമ്മകളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്ന സോഷ്യൽ ഏജൻസിയെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള വിവേകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ മെത്തഡോളജി നമുക്ക് മാറണം. മെത്തഡോളജി മാറണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറയും. നമ്മളിപ്പോൾ ഞാൻ നക്സലൈറ്റ്, ഞാൻ കേരളത്തിൽ പ്രഖ്യാപിക്കുകയാണ് നക്സലൈറ്റ് എന്ന് പറയുമ്പോൾ നിൻ്റെ ജാതി ഏതാ മതം ഏതാണെന്ന് എനിക്ക് ചോദിക്കട്ടെ. കാരണം നക്സലൈറ്റ് ആണല്ലോ, അവന് ജാതിയും കാണിയല്ല മതവും കാണിയാണ് ഞാൻ വിചാരിക്കുന്നത്. ചുമ്മാ പറയുന്നതാണ്. അത് ജാതി മതമൊന്നും പുള്ളി തീരുമാനിക്കുന്നതല്ല, ഈ പറയണ നക്സലൈറ്റ് അല്ല തീരുമാനിക്കുക, കണ്ടു നിൽക്കുന്നവനാണ് തീരുമാനിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ നക്സലൈറ്റ് പാർട്ടിയുടെ ഒരു അഖിലേന്ത്യാ നേതാവ് പാലാ സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനായിരുന്നു. നക്സലൈറ്റ് ആയതുകൊണ്ട് കിട്ടിയതാണോ അത്? സുറിയാനി ക്രിസ്ത്യാനിയോട് കിട്ടിയതെന്നേ. ഇത് നമുക്ക് മനസ്സിലാവാത്തതന്നെ. ഇതിനകത്ത് എന്ത് PhD ആവശ്യമുള്ളൂ? നേരിട്ട് നോക്കി നമുക്ക് പിടികിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന ക്യാപിറ്റൽ എന്നാണ്. ഇയാൾ നക്സലൈറ്റും ബുദ്ധിജീവി ആയതുകൊണ്ടല്ല പാലാ സെൻറ് തോമസ് കോളേജിൽ അയാൾക്ക് അധ്യാപകനായിട്ട് ജോലി കൊടുത്തത്, സുറിയാനി ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. ഇതാണ് അതിൻ്റെ കാര്യം. അതൊരു ക്യാപിറ്റലാണ്, അവിടെ പ്രവേശിക്കാനുള്ള ക്യാപിറ്റൽ. അതുകൊണ്ടാണ് അക്കീലസിന് അവിടെ കിട്ടാതെ ഇവിടുത്തെ ഗവൺമെൻറ് കോളേജ് മാത്രം കിട്ടുന്നത്. അതാണ് അതിൻ്റെ കാര്യം. സുറിയാനി ക്രിസ്ത്യാനിനെ അവിടെ കിട്ടും.
അപ്പോൾ ഇത് ഇങ്ങനെ മറഞ്ഞും തെളിഞ്ഞും കളിക്കുന്ന ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് യാതൊരു സങ്കല്പവുമില്ല. അത് അവരുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ്. നമ്മൾ സംതൃപ്തി അടയുക. അസംതൃപ്തി വ്യാജ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. മൂന്നാമതൊരു സംഗതി ഞാൻ പറയുന്നത്, ഈ ഹാബിറ്റസിനെയും ഈ പറയുന്ന മണ്ഡലം എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് നമുക്ക് ഈ കാര്യം കുറച്ചുകൂടി വിശദമായി നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ ഒരു തുടർച്ചയാണ് കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന സങ്കല്പം ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിൽ നമുക്ക് മൂലധനം എന്താണെന്ന് നമുക്കറിയാം. കാരണം മൂലധനം എന്നുള്ള വാക്ക് കേൾക്കാത്ത ഒറ്റ മലയാളി പോലും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. കാരണം അത് മാർക്സിൻ്റെ പുസ്തകമാണെന്ന് പറയാം. അത്രമേൽ പ്രചാരമായ, ആരും വായിച്ചിട്ടില്ലെങ്കിലും പ്രചാരമാണ് ആ പുസ്തകത്തിൻ്റെ പേര്, എല്ലാവർക്കും അറിയും. അദ്ദേഹം സാമ്പത്തിക മൂലധനത്തെക്കുറിച്ചാണ്. ആ മൂലധനത്തെ വായിച്ചുകൊണ്ട് റീഡിങ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിൽ അൽത്തൂസർ പറയുന്നുണ്ട് എങ്ങനെയാണ് ഫിലോസഫിക്കൽ ബ്ലാങ്ക്നെസ് പിടിപെടുക, ഒരു മെത്തഡോളജിക്കകത്ത് ഒരു ഫിലോസഫിക്കൽ ബ്ലാങ്ക്നെസ് എങ്ങനെയാണ് പിടിപെടുന്നത് എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് നമ്മൾ കുഴപ്പക്കാരായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ തന്നെ സ്റ്റാൻഡ്, നമ്മുടെ ഫിലോസഫിക്കൽ ഔട്ട്ലുക്കിന് അത് കാണാൻ പറ്റില്ല എന്നതാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഫിലോസഫിക്കൽ ബ്ലാങ്ക്നെസ് എങ്ങനെയാണ്, അന്ധതകൾ രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് ആ കൃതിയിൽ അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. ഈ ക്യാപിറ്റൽ സാമ്പത്തിക ക്യാപിറ്റലാണ്. നമ്മളെല്ലാവരും വിചാരിക്കുന്നതിനാ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പ്രശ്നമില്ല, പൈസ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ എല്ലാവരും ഒരു സങ്കല്പമാണ്. അപ്പോൾ പക്ഷേ ബോജിയോ പറയുന്നൊരു കാര്യമുണ്ട്, പൈസ മാത്രമല്ല ക്യാപിറ്റലിൻ്റെ രൂപങ്ങൾ. ക്യാപിറ്റലിന് പല രൂപങ്ങളുണ്ട്. അത് സാംസ്കാരിക രൂപത്തിൽ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നൊരു മൂലധനം, സാമൂഹിക മൂലധനം എന്ന് പറയുന്നൊരു മൂലധനമുണ്ട്. ഇതെല്ലാം കടന്ന് പ്രതീകാത്മക മൂലധനം എന്ന് പറയുന്നൊരു ഇതെല്ലാം കൂടിയുള്ള കൊടുക്കൽ വാങ്ങലിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. പൈസ കൊടുത്തും വാങ്ങിയും മാത്രമല്ല, സാംസ്കാരിക മൂലധനത്തിൻ്റെ വിനിമയം നമുക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. സാമൂഹ്യ മൂലധനത്തിൻ്റെ വിനിമയം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി സമഗ്രമായി നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഗ്രേഡഡ് ഇനീക്വാളിറ്റി നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് ഈ സാംസ്കാരിക വിനിമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാംസ്കാരിക വിനിമയം എന്ന് പറയുന്ന കാര്യം. ഈ സാംസ്കാരിക മൂലധനത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി ഇനി പറഞ്ഞു പോകാനേ സമയമുള്ളൂ. നമ്മളിപ്പോൾ ഒരാൾക്ക് അറിവും വിദ്യാഭ്യാസവും ഇച്ചിരി സർഗാത്മകമായ ശേഷിയും ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിക്കുള്ളൊരു കഴിവായിട്ട് നമ്മൾ എടുക്കുക. അത് തെറ്റായൊരു സങ്കല്പമാണ്. സമൂഹത്തിൻ്റെ ഒരു ശേഷിയാണത്, ചരിത്രത്തിൽ നിന്ന് വരുന്നൊരു ഊർജമാണ്. അത് നമ്മൾ നർച്ചർ ചെയ്തെടുക്കുക, വ്യക്തികളിലൂടെ അത് നർച്ചർ ചെയ്തെടുക്കുന്ന. അപ്പോൾ അങ്ങനെയുള്ള അറിവ്, വിദ്യാഭ്യാസം, സാംസ്കാരികമായിട്ടുള്ള വൈഭവങ്ങൾ എന്നതിലൂടെ ഒരു വ്യക്തി കരഗതമാകുന്ന ഒരു പൊസിഷനാണ് അവൻ്റെ സാംസ്കാരിക മൂലധനം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഇന്ത്യക്കകത്ത് ജാതി എന്ന സംഗതി കൂടിച്ചേരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത, ചില ജാതികൾ സോഷ്യലി സാങ്ഷൻഡും ചില ജാതികൾ സാങ്ഷൻഡ് അല്ലാത്തതുമാണ്. ഇതാണ് ജാതിയുടെ മൗലികമായ പ്രത്യേകതകൾ. ഇപ്പോൾ സോഷ്യലി സാങ്ഷൻഡ് ആയിട്ടുള്ളൊരു ജാതിയിൽ നിന്നുള്ള വ്യക്തികൾ എപ്പോഴും സോഷ്യലി സാങ്ഷൻഡ് ആയിരിക്കും. അവരൊരു ശേഷി പ്രദർശിപ്പിച്ചാൽ അത് ഏറ്റെടുക്കാൻ പാകത്തിൽ നമ്മുടെ കൾച്ചറൽ മണ്ഡലം വളരെ ആക്റ്റീവായിരിക്കും, അവരെ ഏറ്റെടുക്കും, അവർക്ക് പെർഫോം ചെയ്യാനും പറ്റും. പക്ഷേ സോഷ്യലി സാങ്ഷൻഡ് അല്ലാത്ത വിഭാഗത്തിൽ നിന്ന് ശേഷിയുള്ള ഒരു വ്യക്തി വന്നാൽ ഈ കൾച്ചറൽ ഫീൽഡിൽ അയാൾക്ക് പ്രവേശനം കിട്ടിയാൽ തന്നെ അയാൾക്ക് ഫുൾ ഫ്ലെഡ്ജായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. വൈ? ബിക്കോസ് ഡീകോഡ് ചെയ്യാൻ, സ്വന്തം ശേഷിയെ ഡീകോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ കൾച്ചറൽ ഫീൽഡിൽ ഉണ്ടായിരിക്കില്ല. ഇതാണ് എൻ്റെ സംഭവം. അപ്പോൾ കൾച്ചറൽ ഫീൽഡ് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പ്രത്യേക രൂപത്തിൽ. ചിലത് മാത്രം അഴിച്ചെടുക്കാനേ സാധ്യതയുള്ളൂ, ചിലത് അഴിച്ചെടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് പോത്തേരി കുഞ്ഞമ്പു ഈ പറയുന്ന മലബാറിലെ സാമൂഹിക പരിവർത്തനങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന, പല രൂപത്തിൽ അടയാളപ്പെടുത്തുന്ന ആധുനിക നോവലിൻ്റെ ഘടനയിൽ അദ്ദേഹം സരസ്വതി വിജയം എഴുതിയപ്പോൾ അത് നമ്മൾ ഡീകോഡ് ചെയ്യാതിരിക്കുകയും, എന്നാൽ അതേ സമയത്ത് തന്നെ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഡീകോഡ് ചെയ്തെടുക്കാൻ കഴിയുകയും ചെയ്യുന്നത് അങ്ങനെയാണ്.
അങ്ങനെ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ വംശം നശിച്ചു പോവുകയും ചന്തുമേനോൻ്റെ വംശം മലയാള സാഹിത്യം മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് വ്യക്തിപരമായ ശേഷി കൊണ്ടല്ല, ഈ ഡീകോഡിങ്ങിൻ്റെ കപ്പാസിറ്റിയാണ്. ആ കപ്പാസിറ്റിയിലേക്ക് കയറിയിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം വലിയ സംഭവമാണ് നമുക്ക് തോന്നുന്നത്. ഇതിങ്ങനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക മാസികയുടെ എഡിറ്റർമാരാരും തന്നെ ഈ പറയുന്ന ദളിതരിൽ നിന്നോ ആദിവാസിയിൽ നിന്നൊന്നും ഇല്ല. അതെന്താ അവരിൽ നിന്നില്ലാത്തത്? അവർക്കതിനുള്ള കഴിവൊന്നുമില്ലെന്നല്ല, അവരെ ഡീകോഡ് ചെയ്യുന്നൊരു സമ്പ്രദായം നമ്മളുടെ ഈ സാംസ്കാരിക മണ്ഡലത്തിനില്ല. അതുകൊണ്ട് തന്നെ അവർ പുറത്തു നിൽക്കാൻ ബാധ്യസ്ഥ. അതിനോടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അല്ലാതെ ദളിതെഴുത്തെന്ന് പറഞ്ഞാൽ സാഹിത്യത്തിനകത്ത് 10% ഞാൻ കൂടി വേണമെന്ന് പറയുന്ന കാര്യമല്ല. നിങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സാംസ്കാരിക പ്രതലത്തെ അഴിച്ചുപണിയുകയും സർഗാത്മകമായ ഇടപെടലുകളെ ഡീകോഡ് ചെയ്യാനുള്ള ഒന്നിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യേണ്ടതുണ്ടെന്നുള്ളതാണ് വാദം. അതല്ലാതെ ഞങ്ങൾ എഴുതുന്ന കൂടി നിങ്ങളങ്ങ് സമ്മതിക്കണം കേട്ടോ എന്നുള്ള ഒരു മാന്യൻ കേരളത്തിൽ പറഞ്ഞതാണത്. ഈ ദളിത് സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ സാഹിത്യത്തിൽ സമ്മേളനം ചോദിക്കുന്ന പരിപാടിയാണ്. അത് ഈ കൾച്ചർ ഫീൽഡിൽ കിടക്കുന്നവർക്ക് അങ്ങനെ തോന്നുകയും ചെയ്യും കേട്ടോ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനം ഇതാ. അതുകൊണ്ട് നമ്മുടെ സിനിമയ്ക്കകത്ത് സവർണ ദുഃഖമാണ് എപ്പോഴും ദുഃഖമായിരിക്കുന്നത്. അവർണൻ്റെ ദുഃഖവും ദുഃഖമല്ല. അത് കാരണം അതേ ഡീകോഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ, മറ്റേ ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു അനാവശ്യ കാര്യമായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ. ഇതൊക്കെ എന്തിനാണ് സിനിമയെ കാണിക്കുന്നത്? ഗൗതം മേനോൻ പറഞ്ഞല്ലോ, ജാതിയെക്കുറിച്ച് എന്തിനാണ് സിനിമ എടുക്കണമെന്നാണ് വിളിക്കുന്നത്. ഗൗതം മേനോനാണ് ചോദിക്കണം. അതുകൊണ്ട് നമ്മൾ സംഭവിച്ചോളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്തരം വെളിവുകേടുകൾ മനുഷ്യർ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അകത്ത് നടക്കുന്ന സംഗതികളെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട്. സാമൂഹിക മൂലധനം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, സമൂഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസ്, കുടുംബം, അപ്പനമ്മമാർ, അതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റസിൽ നിന്ന് വരുന്നൊരു സംഭവം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ കിട്ടുന്ന സ്വീകരണം അത് സാമൂഹിക മൂലധനം കൊണ്ട് കിട്ടുന്ന. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ നിന്ന് ഒരു മെച്ചമുള്ള ആളല്ല പ്രിയങ്ക ഗാന്ധി, അവരെ പോലെ തന്നെയുള്ള ഒരാളാണ്. പക്ഷെ അവർക്ക് വലിയ സ്വീകാര്യത കിട്ടും. വൈ? ബിക്കോസ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണെന്നുള്ള ആ ഒരെണ്ണം മതി അവർക്കിവിടെ വയനാടിനെ കീഴ്പ്പെടുത്താൻ. അത് വലിയൊരു ക്യാപിറ്റലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആദിവാസി ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പിടികിട്ടും വയനാട്ടിലെ ആദിവാസി എന്തുകൊണ്ടാണ് സാമൂഹികമായി അംഗീകരിക്കപ്പെടാതെ പോകുന്നത് നമുക്ക് പിടികിട്ടും. പക്ഷെ നമ്മളങ്ങനെയല്ല. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവാണ്, വലിയ പുള്ളിയാണ്, നമ്മൾ തന്നെ നുണയാണെന്ന് അറിഞ്ഞ് നമ്മൾ തന്നെ പറഞ്ഞെടുക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി പ്രതീകാത്മക മൂലധനത്തിൽ ഇപ്പോൾ പ്രതീകാത്മകമായ നിരവധി തരത്തിലുള്ള മൂലധനങ്ങൾ നമ്മളുടെ സാമൂഹികമായ ഇടപാടിൽ നിരന്തരം നമ്മൾ കൈമാറ്റം ചെയ്യും. അപ്പോൾ ഈ പ്രശസ്തി, മാന്യത, മാന്യനായ മലയാളി ആരാ? മാന്യനായ മലയാളി ആരാന്ന്? സ്വന്തം കൺമുന്നിൽ അനീതി നടന്നാലും കാണാതെ മിണ്ടാതെ പതിയെ പമ്മി വീട്ടിൽ പോകുന്നതിനല്ലേ നമ്മൾ മാന്യനെന്ന് വിളിക്കുന്നത്, അല്ലേ? അല്ലാതെ നീ എന്തിനാ അത് ചെയ്തെന്ന് ചോദിക്കുന്നതിന് അവന് ചന്തയാണെന്ന് നമ്മൾ പറയത്തുള്ളൂ. എന്ത് വിചിത്രമായ ജീവിതം നമ്മൾ ചെയ്യും. അപ്പോൾ മാന്യതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം തന്നെ അഴിച്ചു പണിയേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു പ്രതീകാത്മകമായൊരു മൂലധനമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിന് പകരമായി ഞാനൊരു പൂണൂലിട്ടുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ തന്നെ കേൾക്കും. ഇപ്പോൾ ഉള്ളതിനൊക്കെ ശ്രദ്ധ നിങ്ങൾക്ക് വരും, നിങ്ങൾ അറിയാതെ വരും. കാരണം ഞാനെന്തോ വലിയ കാര്യം പറയും, പൂണൂലല്ല നമ്മൾ ഇട്ടേക്കണേ, ഞാനെന്തോ വലിയ കാര്യം പറയാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഞാൻ 100 വട്ടം പറഞ്ഞാലേ പുള്ളി പറഞ്ഞാൽ എന്തോ ഒരു ചെറിയ കാര്യം ഉണ്ടായാലും നിങ്ങൾ സമ്മതിക്കുള്ളൂ. ഇതാണ് തന്നെ നമ്മൾ തന്നെ റെസിസ്റ്റ് ചെയ്യുക ഒരു സംഗതി. ഒരു പ്രതീകാത്മക മൂലധനം ഇങ്ങനെയാണ് പ്രവർത്തിക്കുക. അതാരും വ്യക്തിപരമായി ചെയ്യുന്ന കുറ്റമല്ല. ചില പ്രതീകങ്ങൾ നമുക്ക് സോഷ്യലി ആക്സെപ്റ്റഡാണ്. അതിലെ 2 കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ കേരളത്തിൽ വീടുകൾക്കൊരു വാക്കുണ്ടോ? നമ്മുടെ ചരിത്രത്തിൽ വീടുകൾക്കൊരു വാക്കല്ല, പല വാക്കുകളാണ്. നമ്പൂതിരിമാർ വീട്ടിലല്ല താമസിക്കുക, അവർ ഇല്ലത്താണ് താമസിക്കുന്നത്. പട്ടന്മാർ ഇല്ലത്തല്ല, അവർ മഠത്തിലാണ് താമസിക്കുന്നത്. നായന്മാർ മഠത്തിലല്ല താമസിക്കുക, അവർ തറവാട്ടിലാണ് താമസിക്കുക. അതിന് താഴെയുള്ള ഈഴവർ അവർ കുടിലാണ് താമസിക്കുക. പുലയനും പറയുന്നതൊക്കെ ചെറ്റക്കുടിലാണ് താമസിക്കുക. ഓർക്കണം, ഓരോ ജാതിക്കും ജീവിക്കുന്ന ഇടത്തിന് പ്രത്യേക പേരുള്ളൊരു സ്ഥലത്തിരുന്നിട്ടാണ്
നമ്മൾ ഈ ലിബറൽ മനുഷ്യനെക്കുറിച്ച് വർത്തമാനം പറയുന്ന ഓർക്കണം. അപ്പോൾ ഇതിനകത്ത് തറവാട് മാത്രം നമുക്ക് വലിയ മോഹിപ്പിക്കുന്നൊരു കഥയായി മാറി. എങ്ങനെയാണ് ഈ മടുവും ഇല്ലൊന്നും നമുക്ക് വേണ്ട, നമുക്ക് തറവാട് മതി. തറവാട്ടിൽ ജനിച്ചിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തോന്നുക? തറവാടിനെ ഈ ചരിത്രത്തിൽ നിന്ന് മാറ്റി, നായർ ജീവിതത്തിൻ്റെ ഇടത്തിൽ നിന്നും മാറ്റി കേവല മൂല്യമുള്ളൊരു വസ്തുവായി, ഏതൊരു സാംസ്കാരിക ജീവിതത്തെയും പ്രചോദിപ്പിക്കുന്നൊരു വസ്തുവായി നിർമ്മിച്ചെടുക്കുന്ന, അത് സ്വാഭാവികമായി ഉണ്ടായി വരുന്നതല്ല, അത് നിർമ്മിച്ചെടുക്കുന്നൊരു കാര്യം. അങ്ങനെ നിർമ്മിച്ച് മലയാളികൾ മുഴുവനും ഒരു തറവാട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നത് മലയാളിയുടെ ബോധ്യങ്ങളെ അത് മാറ്റിയെടുക്കും. അപ്പോൾ ഈ സാംസ്കാരിക നിർമ്മിതിയിൽ സോഷ്യലി സാങ്ഷൻഡ് ആയിട്ടുള്ള വിഭാഗങ്ങളുടെ ചില ജീവിത ഇടങ്ങളെ ദേശീയ ജീവിത ഇടമായി നമ്മൾ തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കുഴപ്പം. തറവാട് കുഴപ്പമെന്നേ എനിക്ക് അഭിപ്രായമില്ല. തറവാട് ഇതാണ് നമ്മൾ അറിയണമെന്നേ ഞാൻ പറയുന്നു. ഇല്ലം ഇതാണ് എന്ന് നമ്മൾ അറിയണം. ഈ അത് ഗ്രേഡഡ് ഇൻഇക്വാളിറ്റിയിൽ വരുന്ന ഒരു സംഗതി, താഴത്തേക്ക് വരുന്ന ഒരു റൂൾസ്. മൂന്നാമത്, കേരളത്തിലെ 98% പേര് മീനും ഇറച്ചിയൊക്കെ തിന്ന് ജീവിക്കുന്നവരാണ്. പക്ഷേ വെജിറ്റേറിയനിസാണ് നമ്മളുടെ സിദ്ധാന്തം. വെജിറ്റേറിയൻ അപ്പോൾ വെജിറ്റേറിയൻ എന്ന് പറയാൻ പണ്ട് ബ്രാഹ്മണർ വളരെ മുമ്പേ അവർ ഇറച്ചിയൊക്കെ തിന്നുമായിരുന്നു. അത് കുതിരയുടെ ഇറച്ചി വരെ തിന്നിട്ടുള്ള ആൾക്കാർ, അത് പോട്ടെ. അപ്പോൾ ഇത് ബ്രാഹ്മണർ മാത്രമല്ല ഈ ഇറച്ചി മീനും തിന്നാത്ത ആൾക്കാരാണ്. ഞങ്ങളെല്ലാവരും കഴിക്കുന്നവരാണല്ലോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ബ്രാഹ്മണർ കഴിച്ച ഫുഡ് നിങ്ങൾ ദേശീയമായി ആഘോഷിച്ചെന്ന് അവർ പറയുന്നില്ല. അതിൻ്റെ ശാസ്ത്രീയത അവർ നമുക്ക് പറഞ്ഞു. ഗംഗാജലത്തിൻ്റെ ശാസ്ത്രീയത പറയുന്നത് പോലെ വെജിറ്റബിൾ ഫുഡിൻ്റെ ശാസ്ത്രീയതയാണ് പറയുന്നത്. മലയാളി സമൂഹം അതിജീവിച്ചത് മീനും ഇറച്ചിയിൽ നിന്നാന്നുള്ളത് നമ്മളുടെ ചരിത്രാനുഭവമായിരിക്കെ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ശാസ്ത്രീയത പറഞ്ഞ്, അപ്പോൾ അങ്ങനെ ഒരു സ്യൂഡോ സയൻസിനകത്ത് നമ്മളെല്ലാം വെജിറ്റേറിയനായി മാറുക വളരെ പെട്ടെന്ന്. മാത്രവുമല്ല, മേൽജാതിയിലേക്ക് കുതിക്കാനുള്ളൊരു വാസന എപ്പോഴും ജാതി വ്യവസ്ഥ നിർമ്മിക്കുന്നുണ്ട്. കാരണം നമ്മളെക്കാൾ മെച്ചപ്പെട്ടവർ അവരാണെന്നൊരു തെറ്റിദ്ധാരണയല്ല അവർക്കുണ്ട്. നമ്മളെക്കാൾ മുകളിൽ അത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. മനുഷ്യർ എല്ലാ സ്ഥലത്തും ഉള്ള പോലെയൊക്കെ തന്നെ അവിടെയും. അപ്പോൾ ഇതിനകത്തുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന സംഗതിയെ ഒരു മൂല്യമായിട്ട്, ഒരു ശാസ്ത്രീയ സത്യമായിട്ട് പരിവർത്തനപ്പെടുത്തി അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 98% വരുന്ന ജനങ്ങളുടെ ഈ ഭക്ഷണശീലത്തെ അട്ടിമറിക്കുകയും തൽസ്ഥാനത്ത് മറ്റൊന്ന് കൊണ്ടുവരികയും ചെയ്യുക. ഇത് നമ്മുടെ തന്നെ ചരിത്രത്തെയും ജീവിതബോധത്തെയും ജീവിത ഇടങ്ങളെയും റദ്ദ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് തോന്നുന്നില്ല. കാരണം അത് ശാസ്ത്രീയമാണെന്ന് പറയുന്നത്. നമ്മളും വിചാരിക്കുന്നത് ശാസ്ത്രീയമാണെന്നാണ്. അപ്പോൾ ജാതി ഇപ്പോൾ പ്രവർത്തിക്കുന്ന നമ്മൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഇന്ന ജാതിയാകട്ടോ എന്നൊക്കെ പറഞ്ഞ് തുറന്നു പറയുന്ന ആ നിലക്കല്ല. ഇത് വളരെ കൃത്യമായ എന്താ പറയുന്നത്, ശാസ്ത്രീയതയുടെയും മൂല്യത്തിൻ്റെയും ഒരു പരിവർത്തനം ജാതിയിൽ സംഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യവഹാരങ്ങൾ നിർമ്മിക്കപ്പെടുകയും. ഇപ്പോൾ ഓഫീസുകളിലൊക്കെ ഭക്ഷണം, യൂണിവേഴ്സിറ്റികളിൽ പല സ്ഥലത്തും ഭക്ഷണം വെജിറ്റേറിയൻ കൊടുക്കാവൂ, നിയമമാണല്ലോ. സ്കൂളുകളിൽ വെജിറ്റേറിയനാണ് കൊടുക്കുന്നത്. പല സ്ഥലത്തും സമരം ചെയ്ത് ഇറച്ചിയും മീനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഓഫീസുകളിലൊക്കെ വെജിറ്റേറിയൻ. ഞാനൊക്കെ പിരിയുന്ന സമയത്ത് എന്നോട് വന്ന് പറയണത് വെജിറ്റേറിയൻ പ്രത്യേകം കൊടുക്കണം, നോൺ വെജിറ്റേറിയൻ പ്രത്യേകം കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും ഇറച്ചിയും മീനും തിന്നാൻ നിർബന്ധിക്കുന്നില്ല, കൂടെ ഇരുന്ന് കഴിച്ചാൽ മതി, സൗകര്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറയും. അവർ തിന്നല്ല, പക്ഷേ അവർക്ക് വേണ്ടി വേറെ ഡെസ്ക് ഇടാൻ പറ്റിയെന്ന് പറയും. അവിടെ നടക്കുകയില്ല, ആവശ്യമില്ലാത്തൊരു കഴിക്കേണ്ടെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ വലിയ ആളാന്നല്ല, നമുക്ക് അങ്ങനെയെങ്കിലും പറയാൻ നമുക്ക് തോന്നുന്നില്ല. എന്തിനാണ് ഇവരോടൊക്കെ പറയുന്നത് എന്നൊക്കെ വലിയ ഒഴിവഴിയോ നമ്മൾ പറയും. ഇങ്ങനെ ഈ ജാതിയെ ഒരു പുതിയ സംസ്കാരമാക്കി മാറ്റുക, ഒരു ജീവിതക്രമമാണെന്ന് തെറ്റിദ്ധരിക്കുക, ശാസ്ത്രീയതയാണെന്ന് പ്രചരിപ്പിക്കുക, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി മൂല്യങ്ങളെ പിന്നെയും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക. ഒരു കാലത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വലിയ കെണിയായി ജാതി നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക. അപ്പോൾ ഈ സാംസ്കാരിക മൂലധനത്തിൻ്റെ വിനിമയത്തിലാണ് ഇത് എപ്പോഴും ഭംഗിയായിട്ട് ഈ കാര്യം ഇവർ നിറവേറ്റുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിലെ ഡ്രസ് കോഡ് നോക്കിയാൽ അങ്ങനെ പല രൂപത്തിൽ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ ഈ ശാരീരം അതുകൂടി പറഞ്ഞു. കേരളത്തിലെ
ഈ ഹാബിറ്റസിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ചരിത്രത്തെ ആന്തരവൽക്കരിച്ച മനുഷ്യ അവനാണ് ഹാബിറ്റസ് എന്ന് പറയുന്നത്, സോഷ്യൽ ഏജൻ്റായിട്ട്. ഈ ചരിത്രത്തെ എല്ലാവരും ആവാഹിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചരിത്രത്തെ ഈ വ്യക്തിയുടെ രൂപവും അവൻ്റെ ഭാവത്തിലൊരു മാറ്റം വരും. ഈ കേരളത്തിലെ സാംസ്കാരിക നായന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ? എല്ലാത്തിനും ഏതാണ്ട് ഒരേ രൂപമല്ലേ? ഇച്ചിരി മെലിഞ്ഞിട്ടായിരിക്കും, താടിയൊക്കെ വെക്കും, പിന്നെ വിചിത്രമായ എന്തെങ്കിലും ഒരു ഡ്രസ്സായിരിക്കും, ജുബ്ബ പോലുള്ള ഡ്രസ്സൊക്കെ, ഷൂ ഒന്നും ഉപയോഗിക്കില്ല, സാധാരണ ചെരുപ്പ്. ഇത്രയൊക്കെ ചെയ്താലേ നമുക്ക് ആ ശരീരത്തെ ഒരു സാംസ്കാരിക ശരീരമാക്കി മാറ്റാൻ പറ്റും. നല്ല തടിയുള്ള സാംസ്കാരിക നായകരൊക്കെയാണ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വഴിയില്ല. ഇനി അവന് ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കുകയില്ല. നമുക്ക് ബെല്ലിച്ച ആളെ മതി. അതാണ് ഇത്. സോഷ്യലി സാങ്ഷൻഡ് സാംസ്കാരിക നായകൻ അവനാണ്. അപ്പോൾ ഈ മനുഷ്യരിങ്ങനെ പഠിച്ച് ആ രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അത് എന്തെങ്കിലും പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടല്ല. നമ്മളെക്കൊണ്ട് അതങ്ങനെ വെജിറ്റേറിയൻ ഫുഡ് എങ്ങനെയാണോ ഗ്രേറ്റ് ആയിരിക്കുന്നത്, അതുപോലെയാണ് സാംസ്കാരിക നായകൻ്റെ തിരുരൂപവും ഈ ഹാബിറ്റസ് നിർമ്മിച്ചെടുക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇതിൽ കാസ്റ്റ് വളരെ നിർണായകമായൊരു കാര്യമാണ്. ജാതി ആ കാര്യത്തിൽ മെറ്റമോർഫോസിസിന് വിധേയമായി മൂല്യത്തിൻ്റെ രൂപത്തിലും ആചാരങ്ങളുടെ രൂപത്തിലും ഒക്കെയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അതല്ല ഇപ്പോൾ ജാതിയെല്ലാം പോയി എന്നുള്ള തെറ്റിദ്ധാരണയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ പുതിയ രൂപത്തിൽ സമൂഹത്തെ മനസ്സിലാക്കുവാൻ പഠിക്കേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ സാംസ്കാരിക മൂലധനമായി അത് പ്രവർത്തിക്കുന്നു എന്ന കാര്യം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ രാമകൃഷ്ണൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം ദീർഘകാല അധ്യാപകനായിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഗായത്രി സ്പിവാക്ക് വന്നപ്പോൾ ഒരു വിവാദമുണ്ടായി. അകത്ത് നടത്താൻ എന്താണെന്നറിയില്ല, പുറത്ത് വന്നൊരു വിവാദം അനുസരിച്ചിട്ട് അപ്പോൾ ഈ കീഴ്ത്തട്ടിന് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ലോകപ്രസിദ്ധമായ പ്രബന്ധം എഴുതിയ ഒരാളാണ്. കീഴ്ത്തട്ടിലൊരു പയ്യൻ വന്ന് എഴുന്നേറ്റ് സംസാരിക്കും, അത് വലിയ വിവാദമായി മാറും. അപ്പോൾ ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ആരാണെന്ന് ആ പയ്യനോട് ചോദിച്ചു എന്നാണ്. അല്ല, നമ്മൾ ചെന്ന് പെടുന്ന ട്രാപ്പിനെ കുറിച്ചല്ല. എനിക്ക് അവരുടെ പുസ്തകങ്ങളോടൊക്കെ വലിയ ബഹുമാനമുള്ള ഒരാളാണ്. അവർ വ്യക്തിപരമായി എനിക്ക് ആക്ഷേപിക്കേണ്ട യാതൊരു കാര്യമില്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ കാസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഏതൊക്കെ രൂപത്തിലാണ് പുറത്തേക്ക് ഇടുക എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്കത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു എക്യുപ്മെൻറ്റ്, ഒരു വൈജ്ഞാനിക പരിസരവും വൈജ്ഞാനികമായ ഒരു അന്തരീക്ഷവും അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള ഒരു ഉറപ്പും നമുക്കുണ്ടാവണം. ഇപ്പോഴും ഇതിനെല്ലാം ഉത്തരം മാർക്സിസത്തിൽ മാത്രമാണെന്ന് വിചാരിക്കുന്നവർ ചരിത്രത്തിൽ വലിയ ശല്യക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ നിവൃത്തിയില്ല. അങ്ങനെ ഉത്തരവില്ല. അത് മാർക്സിൻ്റെ കുറ്റമൊന്നുമല്ല, മാർക്സിസത്തിൻ്റെ കുറ്റമല്ല. അങ്ങനെ ഒരു ഉത്തരവൊന്നും ഇല്ലെന്നേ. നമ്മൾ വെറുതെ അത് പറഞ്ഞു. കേരളത്തിലാണ് ഇത്രയും കൂടുതൽ മാർക്സിസ്റ്റുകളെപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, അധികാരമുണ്ട് ഇവിടെ. അതല്ല മാർക്സിസത്തോട് സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല. അധികാരം എന്ന് പോകുന്നു, അന്ന് മാർക്സിസത്തോടുള്ള പ്രണയമൊക്കെ അവസാനിക്കും. അതായത് ചരിത്രത്തിൽ ഒത്തിരി നമ്മൾ കാണുന്നതാണ് കാര്യം. അപ്പോൾ നമ്മൾ സമൂഹത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വഴികൾ തേടേണ്ടി വരും.